ഇന്ന് നല്ല സ്നാക്ക് എന്ന് പറയാണോ അതോ നമുക്ക് ഏത് സമയത്താണോ ഒരു സാൻഡ്വിച്ച് കഴിക്കാൻ തോന്നുക, ആ സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട്, അതായത് സാധാരണ സാൻഡ്വിച്ച് ചെയ്യുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഞാനൊരു സാൻഡ്വിച്ചിന്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള പീസ് ബ്രെഡ്, സാൻഡ്വിച്ച് ബ്രെഡ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സാൻഡ്വിച്ച് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കത് കണ്ടു നോക്കാം എങ്ങനെയാണ് ആ സാൻഡ്വിച്ച് റെഡിയാക്കുക എന്ന്. നിങ്ങളും വാ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ്. ഈ ചിക്കൻ സാൻഡ്വിച്ചിന് ഒരുപാട് പ്രത്യേകതകളോട് കൂടിയാണ് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഈസി ആയിട്ട് ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് ചിക്കൻ സാൻഡ്വിച്ച് ചെയ്യാൻ പോകുന്നത് ഇതാ ബ്രെഡിലാണ്. ഇതുപോലെയുള്ള നല്ല വലിപ്പമുള്ള ബ്രെഡാണ് ഞാൻ അതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല നിങ്ങൾക്ക്, പക്ഷെ കാണാം നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭംഗി നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കുന്നതാണ്. പിന്നെ ചിക്കൻ സാൻഡ്വിച്ച് ആയതുകൊണ്ട് ചിക്കൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇതുപോലുള്ള ഒരു പീസാണ്. അത് കഴുകി വൃത്തിയാക്കി ഫ്രൈ ചെയ്തെടുക്കണം. ആവശ്യമുള്ള സാധനങ്ങൾ വേറെ എടുത്ത് വെച്ചിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രൈഡ് റൈസ് ചെയ്തിട്ട് ഇതുപോലെ ബാക്കി ക്യാപ്സിക്കം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്പ്രിംഗ് ഒണിയൻ ഉണ്ടായിരുന്നു, അത് വേണം. ക്യാരറ്റ് വേണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, വലിയുള്ളി, തക്കാളി, പിന്നെന്താ ഒരു വലുപ്പമുള്ളതാണ് നമ്മുടെ ഒരു കുക്കുംബർ, അത് കട്ട് ചെയ്ത് അത് റെഡിയാക്കണം. ഇതിന്റെ ഈ സീഡ് ഒഴിവാക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ജ്യൂസി ആയി പോകും നമ്മുടെ സാൻഡ്വിച്ച് കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ. പിന്നെ ലെറ്റ്യൂസ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതെന്ന് തുടർന്ന് വീഡിയോയിലൂടെ പറയാം. ആദ്യം ബ്രെഡിന്റെ സൈഡ് പാർട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. ചെറിയ ബ്രെഡിലും നമുക്ക് സാൻഡ്വിച്ച് ചെയ്യാവേ. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ബട്ടറിലാണ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സാൻഡ്വിച്ചിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ. ഇവിടെ കംപ്ലീറ്റ് ബ്രെഡിന്റെ പീസിന്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ ഒന്നിച്ച് കട്ട് ചെയ്തപ്പം ഇനി ഈ പീസ് ഇത് ഞാൻ കളയൂല, ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ട്ലേറ്റിനും ഒക്കെ. അപ്പൊ ഇത് ഇതുപോലെ എടുത്ത് സൂക്ഷിച്ച് വെക്കാമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. സൂക്ഷിച്ച് വെക്കുന്നത് ഫ്രിഡ്ജിലേക്ക് വെക്കണേ. പിന്നെ നമുക്ക് സമയം പോലെ ബ്രെഡ് ക്രംസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഒട്ടും നഷ്ടമൊന്നും വരത്തില്ല. ഇതുപോലെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ ഈ ബ്രെഡിന്റെ സാൻഡ്വിച്ച് ചെയ്യുന്ന സമയത്ത് എടുത്ത് കട്ട് ചെയ്ത് വരുന്ന ബാക്കി പാർട്ട് ഇതുപോലെ എടുത്ത് സൂക്ഷിച്ചു വെക്കും. പിന്നെ നമുക്ക് എന്തിനേലും ആവശ്യം വരുന്ന ടൈമിൽ നമുക്കിത് യൂസ് ചെയ്യാവേ. ചെറിയ പീസായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഉപ്പൊന്നും ഒരുപാട് ഇടണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോസ് മയണൈസും ഒക്കെ ചേർക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ട് ഇടുക. പിന്നെ ചില്ലി പൗഡർ ഇടുന്നു, കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഇനി ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ടേ. ആ സമയം കൊണ്ട് ഞാനൊരു വലിയ ഉള്ളിയും ഗാർലിക്കും ഒന്ന് ചോപ്പ് ചെയ്ത് സോട്ട് ചെയ്യാൻ എടുക്കണം. അതിനകത്തേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് ചിക്കൻ റെഡിയാക്കാൻ. ഗാർലിക് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യണേ. അതാണ്
നമ്മുടെ ചിക്കനിലേക്കൊക്കെ ഒന്ന് പിടിക്കുക. ഇത് അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വലിയ ഉള്ളിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതായത് വലിയ ഉള്ളി മാത്രം ഞാനൊന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി പച്ചക്കറികളൊന്നും ഞാൻ സോട്ട് ചെയ്യുന്നില്ല. എന്താന്ന് വെച്ചാല് ഉള്ളി കുറച്ച് സമയം നമുക്ക് സാൻഡ്വിച്ചിൽ ഇരുന്ന് കഴിയുമ്പോൾ സാൻഡ്വിച്ചിന് ഒരു സ്മെല്ല് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി മാത്രം ഒന്ന് സോട്ട് ചെയ്തിടും. ശരിക്കും നമുക്ക് സാൻഡ്വിച്ച് അപ്പൊ തന്നെ ഉണ്ടാക്കി അപ്പൊ തന്നെ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഉള്ളി നമ്മൾ സോട്ട് ചെയ്യാതെ ഇടാം. പക്ഷെ നമ്മൾ കുറച്ച് സമയമൊക്കെ വെച്ച് ടിഫിനിലോ എന്തെങ്കിലുമൊക്കെ, ഞാൻ ഇടയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ യാത്ര ചെയ്യുന്ന ടൈമിൽ എനിക്ക് സാൻഡ്വിച്ച് വേറൊന്നും കഴിക്കാൻ ചിലപ്പോൾ തോന്നൂലായിരിക്കും. അപ്പൊ ഞാൻ ഈ സാൻഡ്വിച്ച് ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന ടൈമിൽ നമുക്ക് ഈ ഉള്ളി പച്ചയ്ക്ക് കുറച്ച് സമയം മയണൈസിലും മറ്റ് പച്ചക്കറികളുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും കേടായതാണോന്ന്. പക്ഷെ അത് ആ ഉള്ളിയുടെ ഒരു സ്മെല്ലാണ് കുറച്ച് ടൈം കഴിയുമ്പോൾ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഉള്ളി ഒന്ന് സോട്ട് ചെയ്ത് അതിനകത്തേക്ക് ചിക്കനൊക്കെ ഇട്ട് എടുക്കാമെങ്കിൽ നമുക്ക് ആ പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഏത് സാധനമാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ ചെയ്യാൻ കുഴപ്പമില്ല. ചോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ചിന്റെ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം ഓയിലൊന്നും നമുക്ക് വേണ്ട. എല്ലായിടത്തേക്ക് ഓയിലൊന്ന് പരത്തി വീഴിച്ചു. ഇനി നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കണം. എല്ലാം ഒന്ന് സോട്ടായി വന്നാൽ മതി. ജസ്റ്റ് വെളുത്തുള്ളി മൂത്തതിന്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ സമയം ഞാൻ വലിയ ഉള്ളി ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നു. ചിക്കൻ ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസായി കട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് അധികം വേവൊന്നും വരികയില്ല. ഒന്ന് ഫ്രൈ ആയി ഇങ്ങ് വരും. അതിനായിട്ട് ഒരുപാട് ഓയിലും വേണ്ട. നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അതായത് ചിക്കൻ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് നമ്മൾക്ക് സാൻഡ്വിച്ചിലേക്ക് ഡയറക്റ്റ് വെക്കാം. ഇത് പിന്നെ കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും നമുക്ക്. ഈ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ പിള്ളേർ പറയും, ഓ ഇത് മതി എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഇനി ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു. ഉള്ളി അധികം വഴഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ചിക്കനും കൂടി ഇട്ട് കൊടുത്തു. നമുക്ക് അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേണം ചിക്കൻ ഒന്ന് വേവിക്കാൻ. വെള്ളമൊന്നും വേണ്ട. ഈ ചിക്കനകത്തെ വെള്ളം തന്നെ ധാരാളമാണ്. ഫ്ലെയിം ഒന്ന് താഴ്ത്തി ഇട്ടാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒന്ന് മൂടി വെക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഓൾറെഡി കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. പിന്നെ നമ്മുടെ ക്യാരറ്റ് എല്ലാം ചോപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതാണ്. എന്നിട്ട് നമുക്ക് ചിക്കനിൽ അങ്ങ് മിക്സ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ അങ്ങ് സിങ്ക് ആയിട്ടിരിക്കുക. എല്ലാത്തിനെയും കൂടെ കടിക്കാൻ നമുക്ക് കിട്ടും. നല്ല ഫൈനായിട്ട് അതുപോലെ അങ്ങ് ചോപ്പ് ചെയ്തെടുക്കണം. എല്ലാം നമുക്ക് കട്ട് ചെയ്യാനുള്ളതെല്ലാം ചോപ്പ് ചെയ്യാനുള്ളതെല്ലാം ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനിന്റെ അവസ്ഥ എന്തായി എന്നൊന്ന് നോക്കണ്ടേ? ചിക്കന്റെ അവസ്ഥ ഒന്ന് നോക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കനകത്ത് വെള്ളമൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ അതായത് പച്ചക്കറി കട്ട് ചെയ്ത് കഴിയുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കനും റെഡിയാകും. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയം ഞാൻ ഇതിനകത്തേക്ക് ഞാനൊരു ചീസിന്റെ 2 പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. എനിക്ക് ചീസ് ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് ചീസ് ഇല്ലാതിരിക്കുകയാണ് ഇഷ്ടം. ചീസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 2 പീസൊക്കെ ഇട്ട് കൊടുക്കാം.
ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും ആ ചീസ് അതിനകത്തേക്ക് ചേർന്നോളും. ഒരു ഷീറ്റും കൂടെ ഞാനിത് കാരണം കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതായതുകൊണ്ടാണ്. ഞാൻ എനിക്ക് വേണ്ടി സ്വന്തം ചെയ്യുവാണെങ്കിൽ ചീസ് എന്ന് പറയുന്ന സംഭവം ഞാൻ മാക്സിമം ഒന്നിലും ചേർക്കില്ല. മോന് ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ മോക്ക് ഇഷ്ടമില്ല. ഇതും കൂടെ ചേർത്തങ്ങ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ്റെ പണി ഇവിടെ റെഡിയാകും. നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാം. ഞാനൊന്ന് ഓഫ് ചെയ്യുവാണേ. ഒന്ന് തണുത്തോട്ടെ. കുറച്ച് സമയം നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണേ. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ബട്ടർ പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് മെൽറ്റ് ആക്കുന്നുണ്ട്. അതിനകത്തിട്ടിട്ട് വേണം നമുക്ക് ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കാനേ. ബട്ടർ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ പീസ് 4 പീസ് പോകില്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഞാൻ ബട്ടർ കിട്ടാൻ വേണ്ടി മുഴുവനും ഈ ഒരു സൈഡ് പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടി മറ്റേ സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാകുമ്പോൾ ബട്ടർ കുറച്ച് മതി, അല്ലെങ്കിൽ പിന്നെ ഈ സൈഡും ബട്ടർ ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ സൈഡും ആയിക്കോളും. ബ്രെഡിന്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡും ഒന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സാൻഡ്വിച്ചിന് ടേസ്റ്റ് നമുക്ക് കൂടുതലാണേ. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മളൊന്ന് ബ്രെഡിലൊന്ന് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്ത് ചെയ്യാമെങ്കിൽ നന്നായിരിക്കും. നമ്മൾ ബർഗർ സെറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ബട്ടറിലൊന്ന് ബന്നൊന്ന് സോട്ട് ചെയ്യണം. അപ്പം സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ സാൻഡ്വിച്ചിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് കടക്കാം. ഞാനിവിടെ ചിക്കൻ വേറൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. കുറച്ച് വെജിറ്റബിൾസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, കാരണം ചിക്കൻ വേണ്ടാതെ വെജ് വേണ്ടവരുമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാൻഡ്വിച്ചിൽ ഏറ്റവും കൂടുതൽ കടിക്കാൻ ഇഷ്ടം ഈ കുക്കുംബറിന്റെ ടേസ്റ്റ് ആണ് കേട്ടോ. അത് ഇനി മയണൈസിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മയണൈസും നമുക്ക് ഇട്ട് കൊടുക്കണം. കൂടാതെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഒരു ഇത്തിരി പെപ്പർ പൗഡറും ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്തതിലും മയണൈസിലൊക്കെ ഉപ്പുണ്ട്. അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാന്. ഒറിഗാനോയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കുറച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഒറിഗാനോയുടെ ഫ്ലേവറിൽ ഇഷ്ടം, കാരണം നമുക്ക് ഈ പിസയൊക്കെ ചെയ്യുമ്പം അതല്ലേ എല്ലാവർക്കും ഇഷ്ടം. ഇനി ഞാൻ ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്നും ചെയ്യുന്ന സാൻഡ്വിച്ചിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ ഫില്ലിങ്ങിൽ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഈ ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്കിനി സെറ്റ് ചെയ്യാം. ഉപ്പ് നോക്കണേ. ഞാനൊരു പ്ലേറ്റിലേക്കാണ് ബ്രെഡിന്റെ പീസ് വെച്ച് കൊടുക്കുന്നു. നമ്മുടെ ലെറ്റ്യൂസ് വെക്കുന്നു. ഇനി
നല്ല നമ്മുടെ റിച്ച് ആയിട്ടുള്ള നമ്മുടെ ഫില്ലിങ്സ്, ചിക്കൻ സാൻഡ്വിച്ചിന്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നു. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചീസ് ചേർത്തതാണ്, മയണൈസ് ചേർത്തതാണ്, സോസ് ചേർത്താണ്, വെജിറ്റബിൾസ് ചേർത്തതാണ്, എല്ലാം ചേർത്താണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ ഇനി വേറെ ഒന്നിന്റെ ആവശ്യമില്ല. നമ്മൾ ബ്രെഡും ടോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്താൽ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. ബാക്കി പീസും കൂടെ ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ഒന്ന് കട്ട് ചെയ്യാവേ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ഈ സാൻഡ്വിച്ചിന്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പം നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. ബാക്കിയെല്ലാം കൂടെ കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് ഞാനൊന്ന് കാണിക്കാം. Please like, share and subscribe Shaji's Kitchen Malabar.